ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി മാത്തമെറ്റിക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് KTU റിവൈസ് ചെയ്ത ഗ്രൂപ്പ് എയിൽ വരുന്ന സിലബസ് ആണ്. ദാറ്റ് ഈസ് മാത്തമെറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ്. കമ്പ്യൂട്ടർ സയൻസുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന എല്ലാ ബ്രാഞ്ചിൻ്റെയും കോമൺ പേപ്പറാണ് മാത്തമെറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ്. ദാറ്റ് ഈസ് ഈ പ്രാവശ്യം 4 മൊഡ്യൂളൊക്കെ ആയിട്ട് ചുരുക്കിയിട്ടുണ്ടായിരുന്നു. KTU സ്റ്റാർട്ട് ചെയ്തപ്പോൾ 6 മൊഡ്യൂൾ ഉണ്ടായിരുന്നു മാത്തമെറ്റിക്സിന്. ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓരോ പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും ഒഴിവാക്കിയിട്ടുണ്ട്. മാത്രമല്ല ദാറ്റ് ഈസ് സിലബസ് കുറച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് പിന്നീട് 5 മൊഡ്യൂളാക്കിയിട്ട് ചുരുക്കി, അല്ലേ? പിന്നീട് 4 മൊഡ്യൂളാക്കിയിട്ട് ചുരുക്കി. ദാറ്റ് ഈസ് ഏതൊരു കുട്ടിക്കും +1 +2 ക്ലാസ്സിൽ പഠിച്ച് പാസ്സായിട്ട് ജോയിൻ ചെയ്ത ഏതൊരു കുട്ടിക്കും ഈസിലി പാസ്സാവാൻ പറ്റുന്ന ഒരു സിലബസ് ആണ് ഇത്. ഓക്കെ, എന്നാലും നമുക്ക് ഇവിടെ ഓരോ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോഴും അതിന്റെ ബേസ് മുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ആണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡെറിവേറ്റീവ് ആണ്, പക്ഷേ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ മൊഡ്യൂളും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് ഫംഗ്ഷൻ, അല്ലെ? y = x, അല്ലെങ്കിൽ y = sin x, y = x², y = e⁻x. ഫംഗ്ഷൻ ഓഫ് 1 വേരിയബിൾ നമുക്കറിയാം. ദാറ്റ് ഈസ് ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോയിന്റുള്ള ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ എന്ന് പറയാം, അല്ലേ? അത് കണ്ടിന്യൂസ് എപ്പോഴാണ് ആവുക അതും നമുക്കറിയാം, അല്ലേ? അതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ ഡെറിവേറ്റീവ്, റേറ്റ് ഓഫ് ചേഞ്ച്, അല്ലേ? അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് സെക്കൻഡ് ഓർഡർ, ഹയർ ഓർഡർ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്, അല്ലേ? ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്യാണ്, അല്ലേ? ഫസ്റ്റ് നിങ്ങൾ +1 +2 ജയിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും മൊഡ്യൂൾ 1. അപ്പോൾ നിങ്ങൾ എന്താണോ അവിടെ പഠിച്ചിട്ടുള്ളത് ആ സെയിം ടോപ്പിക്കിനാണ് ഇവിടെ റിവൈസ് ചെയ്യുന്നത്, അല്ലേ? ഒന്ന് നമ്മൾ റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാനുള്ളത്. ചെയിൻ റൂൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ചെയിൻ റൂൾ എങ്ങനെ കണ്ടുപിടിക്കാം, എന്താണ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. നെക്സ്റ്റ് ദാറ്റ് ഈസ് ടാൻജന്റ് ലൈൻ, അല്ലെ? നോർമൽ ലൈൻ, ലോക്കൽ ലീനിയറൈസേഷൻ, അല്ലെ? ഇതെല്ലാം ഒരു പക്ഷേ നിങ്ങൾ ചെറിയ +1 +2 ക്ലാസ്സിൽ ഷുവർ ആയിട്ട് പഠിച്ചുള്ള ടോപ്പിക്സ് ആണ്. കോൺകേവിറ്റി, അല്ലെ? ഒരു ഫംഗ്ഷൻ കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എങ്ങനെ കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നോക്കി കഴിഞ്ഞാൽ എല്ലാം ചെറിയ സിമ്പിൾ ടോപ്പിക് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാലോ, മൊഡ്യൂൾ 2 ഡിസ്കസ് ചെയ്യുന്നത് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ആണ്. ദാറ്റ് ഈസ് ഒന്നിൽ കൂടുതൽ വേരിയബിൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ z = f(x)(y). നമുക്കറിയാം y = f(x) ആണെങ്കിൽ നമുക്ക് ബോർഡിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. y = x നമുക്ക് പ്ലോട്ട് ചെയ്യാൻ അറിയാം. y = sin x ന്റെ ഗ്രാഫ് നമുക്കറിയാം, അല്ലേ? y = x² എന്താ നമുക്കറിയാം, അല്ലേ? അങ്ങനെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതെല്ലാം ബോർഡിലാണ്, പ്ലെയിനിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനാണ്. ഇനി ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ആണെങ്കിലോ അതെല്ലാം ഫംഗ്ഷൻ ഓഫ് 1 വേരിയബിൾ ആയിരുന്നു. x ആയിരുന്നു അവിടെ വേരിയബിൾ, y ഫംഗ്ഷനും. y = x² എന്ന് പറയുമ്പോൾ x വേരിയബിളും y ഫംഗ്ഷനാണ്. ഇനി ഒന്നിൽ കൂടുതൽ വേരിയബിൾ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് z = x² + y², z = e⁻x + y, z = sin xy. ഇതെല്ലാം ഒന്നിൽ കൂടുതൽ വേരിയബിൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് മൾട്ടി വേരിയബിൾ ഫംഗ്ഷനാണ്. ഇങ്ങനെ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ ദാറ്റ് ഈസ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാമായിരിക്കും, അല്ലേ? അപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഡൊമൈൻ എന്താ, കോഡൊമൈൻ എന്താ, എന്താണ് ലിമിറ്റ്, എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക, അതുപോലെ തന്നെ എന്താണ് ഡെറിവേറ്റീവ്. ഇവിടെ നോർമൽ ഡെറിവേറ്റീവ് ആണോ? കാരണം ഇവിടെ തൊട്ട് മുന്നേ y = f(x) ആണെങ്കിൽ x എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് yക്ക് എന്ത് മാറ്റം വരുന്നു, അല്ലെ? എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് yക്ക് എന്ത് മാറ്റം വരുന്നു, അതാണ് എന്ത് റേറ്റ് ഓഫ് ചേഞ്ച്. പക്ഷേ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ആണെങ്കിലോ അവിടെ എക്സും വൈയും വാരി ചെയ്യും, അല്ലെ? എക്സിന്റെ ഡയറക്ഷൻ പോകാം, വൈയുടെ ഡയറക്ഷൻ പോകാം, എക്സിന്റെയും വൈയുടെയും മിക്സ്ഡ് ആയിട്ടുള്ള ഡയറക്ഷൻ പോകാം, അല്ലെ? ദാറ്റ് ഈസ് മിക്സ്ഡ് ഡെറിവേറ്റീവ് വരും, അല്ലെ? പാർഷ്യൽ ഡെറിവേറ്റീവ് വരും, റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ് വരും, റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു വൈ വരും. ഇതാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണോ ഫംഗ്ഷൻ ഓഫ് 1 വേരിയബിൾ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതെല്ലാം ജസ്റ്റ് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിളും നമ്മൾ പഠിക്കണം, അല്ലേ? ചെയിൻ റൂൾ നമുക്കറിയണം, സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് നമുക്കറിയണം, അല്ലേ? മിക്സ്ഡ് ഡെറിവേറ്റീവ് അറിയണം. ഇതാണ് സെക്കൻഡ് മൊഡ്യൂൾ. അപ്പോൾ ആകെ 4 മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂള് ഫംഗ്ഷൻ ഓഫ് 1 വേരിയബിൾ നമുക്ക് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതിന്റെ ജസ്റ്റ് റിവൈസ് ചെയ്യാണ് ചെയ്യുന്നത്.
സെക്കൻഡ് മോഡ്യൂളിലോ പുതിയതായിട്ട് ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ജസ്റ്റ് ഒന്ന് റിവൈസ് അല്ലേ. ദാറ്റ് ഈസ് സെക്കൻഡ് 2 വേരിയബിൾ അല്ലെങ്കിൽ 3 വേരിയബിൾ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് അതാണ് വീണ്ടും സെക്കൻഡ് മോഡ്യൂൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് മോഡ്യൂൾ എന്താ നോക്കാം. ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾ, ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എ പ്ലെയിൻ അല്ലേ. അതുപോലെ തന്നെ ഇന്റർപോളേഷൻ അല്ലേ. ഇന്റർപ്രിട്ടേഷൻ ഡയറക്ഷൻ ഡെറിവേറ്റീവ്. എന്താണ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ, ഇന്റർപ്രിട്ടേഷൻ. നെക്സ്റ്റ് ഗ്രേഡിയന്റ്, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, ലോക്കൽ എക്സ്ട്രീമ. നമുക്കറിയാം y ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് x ആണെങ്കിൽ അവിടെ മാക്സിമ മിനിമ കണ്ടെയ്ൻ ചെയ്യും. ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ആണെങ്കിൽ എന്താണ് മാക്സിമ, എന്താണ് മിനിമ, അതുപോലെ തന്നെ എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ്, എന്താണ് സാഡിൽ പോയിന്റ് അല്ലെ. സിമ്പിൾ ടോപ്പിക് ആണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് മുതൽ 3 മൊഡ്യൂൾ വരെ എൻ്റർലി റിലേറ്റഡ് ടോപ്പിക് ആണ് അല്ലെ. ഡെറിവേറ്റീവുമായി ബന്ധപ്പെട്ട ടോപ്പിക് ആണ്. ദാറ്റ് ഈസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അല്ലെ. ലോക്കൽ എക്സ്ട്രീമ കണ്ടു, അബ്സല്യൂട്ട് മാക്സിമ, അബ്സല്യൂട്ട് മിനിമ അല്ലെ, ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ. ഇതെല്ലാം തരംതിരിച്ച് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ അല്ലെ. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണ് അബ്സല്യൂട്ട് മാക്സിമ, അബ്സല്യൂട്ട് മിനിമ. അതുപോലെ തന്നെ ഒരു ക്ലോസ്ഡ് ബൗണ്ടറി കിട്ടിക്കഴിഞ്ഞാൽ ആ ബൗണ്ടറിയിൽ ആ ഫംഗ്ഷന് അല്ലെങ്കിൽ ആ സർഫസിൽ വരുന്ന മാക്സിമ മിനിമ എങ്ങനെ കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് വീണ്ടും കണക്റ്റഡ് ടോപ്പിക് ആണ്. ദാറ്റ് ഈസ് കൺസ്ട്രെയിൻഡ് മാക്സിമ ആൻഡ് മിനിമ. നെക്സ്റ്റ് ദ മെത്തേഡ് ഓഫ് ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയേഴ്സ് വിത്ത് 1 കോൺസ്റ്റന്റ്. നെക്സ്റ്റ് കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ അല്ലേ. ദാറ്റ് ഈസ് മെത്തേഡ് ഓഫ് ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയേഴ്സ് വിത്ത് 2 കൺസ്ട്രെയിൻസ്. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ് മെത്തേഡ് അല്ലെ, ഓൺലി 2 വേരിയബിൾസ്. നെക്സ്റ്റ് LPP പ്രോബ്ലം അല്ലെ, ദാറ്റ് ഈസ് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് എങ്ങനെ ഇത് സോൾവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ കംപ്ലീറ്റ് സിലബസ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി എടുക്കുന്നത് ഓരോ ക്ലാസ്സിൽ ഓരോ ടോപ്പിക് ബേസ് ചെറിയ ഓരോ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ദാറ്റ് ഈസ് 10 മിനിറ്റ് ആയിരിക്കാം, ഒരു പക്ഷേ 15 മിനിറ്റ് ആയിരിക്കാം, ഒരു പക്ഷേ 20 മിനിറ്റ് ആയിരിക്കാം. 25 മിനിറ്റിൽ കൂടുതൽ നമ്മുടെ ഓരോ വീഡിയോസ് പോകുന്നില്ല. നിങ്ങൾക്ക് ചെറിയ ടൈമിനുള്ളിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന, ദാറ്റ് ഈസ് വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓരോ വീഡിയോസ് ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിട്ടുള്ള നമ്പറിൽ ജസ്റ്റ് നിങ്ങൾ ഏതാണോ നിങ്ങൾ പഠിക്കുന്ന ബ്രാഞ്ച്, അതുപോലെ തന്നെ നിങ്ങളുടെ പേര് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഒരു ചാനൽ അതിൽ നിങ്ങൾ ആഡ് ചെയ്യും. ആ ചാനലിൽ വരുന്ന ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിന്റെ ലിങ്ക് അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ലൈവായിട്ട് ചോദിക്കാം. എക്സാമിന് തൊട്ട് മുന്നേ ലൈവായിട്ട് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ത്രൂ ഔട്ട് KTU ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഫ്രീ ആയിട്ട് 100% ഫ്രീ ആയിട്ടാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തുക, മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ദാറ്റ് ഈസ് ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങൾ സിമ്പിളായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിന് നല്ല ഹൈ മാർക്കോട് കൂടെ നിങ്ങൾക്ക് മാത്തമെറ്റിക്സ് പാസ്സാവാം. താങ്ക് യു.